ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് വിദ്യാർത്ഥികൾ എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചേട്ടാ, എനിക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നില്ല. എനിക്ക് വേറെ എന്ത് ചെയ്യുമ്പോഴും കിട്ടുണ്ടോ? എനിക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല ശ്രദ്ധയാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഒടുക്കത്തെ ശ്രദ്ധയാ, എനിക്ക് സിനിമ കാണുമ്പോഴും നല്ല ശ്രദ്ധയാ, പക്ഷേ പഠിക്കുമ്പോൾ മാത്രം എനിക്ക് ശ്രദ്ധ അടുത്തുകൂടെ പോകുന്നില്ല. ഇതാണ് പ്രോബ്ലം. ഇതെങ്ങനെ പരിഹരിക്കും എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ. നിങ്ങളുടെ പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ നിങ്ങൾ ഒന്ന് ചെയ്താൽ മതി. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ സമയം ഒട്ടും വേസ്റ്റ് ആക്കാതെ നേരെ വീഡിയോയിലേക്ക്. അപ്പം ഈ വീഡിയോ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ വീഡിയോ ആണ് അല്ലേ? അതെ, ഈ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ലൈഫിലെ ഏത് പ്രോബ്ലം ആയാലും ആ പ്രോബ്ലം നമുക്ക് പെർമനന്റ് ആയിട്ട് പരിഹരിക്കണമെങ്കിൽ ആ പ്രശ്നത്തിന്റെ കാരണം അറിഞ്ഞിട്ട് ആ കാരണത്തെ അങ്ങ് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ലൈഫിൽ എന്ത് പ്രശ്നമായാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? നമുക്ക് പഠിക്കുമ്പോൾ മാത്രം ശ്രദ്ധ കിട്ടുന്നില്ല. എന്തായിരിക്കും കാരണം? ശരിയാണ്, എനിക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല ശ്രദ്ധയാണല്ലോ, ചാറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധയാണല്ലോ, മൂവി കാണുമ്പോൾ ശ്രദ്ധയാണല്ലോ, പഠിക്കുമ്പോൾ മാത്രം മനസ്സിലായി. എന്താണ്? ഇൻട്രസ്റ്റ്. അവിടെ വലിയൊരു ഫാക്റ്റ് ആണ് എന്ത്? ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് എന്നുള്ളത്. അപ്പം പഠനത്തിൽ നമുക്കൊരു ഇൻട്രസ്റ്റ്, വലിയ താല്പര്യം ഉണ്ടാവാൻ എല്ലാവർക്കും, ഒരു 90% പേർക്ക് ഇടയില്ല. അപ്പൊ നമ്മൾ കാരണം കണ്ടെത്തി. എന്താണ്? ഇൻട്രസ്റ്റ് ഇല്ലായ്മ. സോ ഇൻട്രസ്റ്റ് ഇല്ലായ്മയും മറ്റൊരു പ്രശ്നമായി മാറുന്നു അല്ലേ? ഈ പ്രശ്നവും നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. സോ ഈ പ്രശ്നത്തെ സ്ഥിരമായിട്ട് പരിഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഇൻട്രസ്റ്റ് ഇല്ലായ്മയ്ക്ക് കാരണമായ കാരണം കണ്ടെത്തി ആ കാരണത്തെ കട്ട് ചെയ്ത് കളയുക. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കാരണം കണ്ടെത്തണം. എന്തുകൊണ്ട് എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ല? കിട്ടി. കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ചില സബ്ജക്ട്സിൽ കോൺഫിഡൻസ് തീരെ ഇല്ല. കോൺഫിഡൻസ് ഇല്ലാത്തത് കാരണം നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കാരണം കോൺസെൻട്രേഷൻ പോവുകയാണ്. സോ നമുക്ക് അടുത്ത പ്രശ്നം കിട്ടി. എന്താണ്? കോൺഫിഡൻസ് ഇല്ലായ്മ. അതായത് ഒരു സബ്ജക്റ്റിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അപ്പം അതും ഒരു പ്രശ്നമാണ് അല്ലേ? അതും പരിഹരിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെയും കാരണം കണ്ടെത്തി കട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ഒരു സബ്ജക്റ്റിൽ നമുക്ക് കോൺഫിഡൻസ് കുറയും? ഒന്നാമത്തെ കാരണം ചിലപ്പോൾ ഇതാകാം. ആ സബ്ജക്ട് നമുക്കൊരു ടഫ് സബ്ജക്റ്റ് ആയിരിക്കാം. നമ്മൾ പണ്ട് മുതലേ വിചാരിച്ചിരിക്കുക, ഈ സബ്ജക്ട് എനിക്ക് ടഫാണ്, സോ ഇതെനിക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റില്ല. സോ ആ സബ്ജക്ട് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺഫിഡൻസ് താഴെ ആയിരിക്കും ഉണ്ടാവുക. ഈ രണ്ടാമത്തെ ഒരു കാരണമായിരിക്കാം, ആ സബ്ജക്ട് വളരെ വൈഡ് സിലബസ് ആണ്, കുറേ ഉണ്ട്. അതായത് ബുക്കുകൾ തന്നെ 3-4 എണ്ണം ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ പഠിക്കാൻ തോന്നുന്നില്ല. ഒരുപാടുണ്ടല്ലോ എന്നുള്ള ചിന്ത കാരണം ആ സബ്ജക്റ്റിൽ കോൺഫിഡൻസ് പോയിരിക്കാം. ഇല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം, ഈ സബ്ജക്റ്റിൽ പലരും തോറ്റിട്ടുണ്ട്, ഈ സബ്ജക്ട് എന്തോ വലിയ സംഭവമായ സബ്ജക്റ്റ് ആണ് എന്നുള്ള കേൾവി അല്ലെങ്കിൽ നമുക്കൊരു മുന്നറിവ്, ഒരു മുൻവിധി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ സബ്ജക്റ്റിൽ കോൺഫിഡൻസ് കുറയാൻ കാരണമാകും. ചിലപ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്താ കാരണം അറിയില്ല. ചിലപ്പോൾ ആ പഠിപ്പിക്കുന്ന അധ്യാപകനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അതിൽ 1-2 കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഉത്തരവൊന്നും കിട്ടുന്നുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ നിങ്ങൾ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. സോ ഈ 4 കാരണങ്ങൾ, ഇത് ചിലപ്പോൾ വേറെയും കാരണങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ആ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധയും ഉണ്ടാകില്ല. സോ നിങ്ങൾ ഓർക്കുക, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ താഴെ തട്ടിലെ പ്രശ്നങ്ങൾ എടുത്തുവരെ വന്നിരിക്കുകയാണ്. സോ നമുക്ക് ഇത് ഓരോന്നായിട്ട് പരിഹരിച്ച് നോക്കാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നു ആ സബ്ജക്ട് ടഫ് സബ്ജക്റ്റ് ആണ് എന്ന്. സോ ടഫ് സബ്ജക്ട് എളുപ്പമാക്കാൻ ഏറ്റവും വലിയ വഴി എന്താ? നിങ്ങളുടെ ടൈം ആ സബ്ജക്റ്റിന്റെ ഏറ്റവും ബേസിക്സ് പഠിക്കുന്ന ബുക്കിൽ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യുക. അതൊരിക്കലും വേസ്റ്റ് ആകില്ല. ഇപ്പൊ കഴിഞ്ഞ വർഷമാണ് അതിന്റെ ബേസിക്സ് പഠിച്ചതെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അത് ടഫ് ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ബേസിക്സിൽ ക്ലിയർ അല്ല. കഴിഞ്ഞ കൊല്ലമേ അതിൽ ക്ലിയർ അല്ലായിരുന്നു. സോ കഴിഞ്ഞ കൊല്ലത്തെ ബുക്സ് എടുക്കുക, ഇപ്പൊ തന്നെ അതിന്റെ ബേസിക്സ് പഠിക്കുക, അടിത്തറ പഠിക്കുക, അതിൽ നിന്നും മുകളിലേക്ക് വരിക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഈ കൊല്ലം അത് പഠിക്കുമ്പോൾ എളുപ്പമായി മാറാൻ ഇടയുണ്ട്. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് പുതിയ ടിപ്സ് വേണമെങ്കിൽ ഇപ്പം ഈ ടഫ് സബ്ജക്ട് എളുപ്പമാക്കാം ഞാൻ തന്നെ അപ്ലോഡ് ചെയ്ത വീഡിയോ ഉണ്ട്. അത് പോയി കണ്ടിട്ട് ടഫ് സബ്ജക്ട് എളുപ്പമാക്കി മാറ്റുക. മാത്രമല്ല, നിങ്ങൾ ആ സബ്ജക്ട് പഠിക്കുമ്പോൾ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് പഠിക്കുക, സെക്കൻഡ് ചാപ്റ്റർ സെക്കൻഡ്, തേർഡ് ചാപ്റ്റർ തേർഡ്, അങ്ങനെ ഓർഡറിൽ പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് അറേഞ്ച് ചെയ്തവര് ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കാരണം അവർക്കറിയാം ഇത് പഠിച്ചാലേ അടുത്തതിന് കണക്ഷൻ വരുള്ളൂ, അതിന്റെ അടുത്തത് അങ്ങനെ ആയിരിക്കും അവർ ഉണ്ടാക്കിയത്. സോ നിങ്ങൾ ആദ്യം 6ാം ചാപ്റ്റർ പഠിച്ചിട്ട് പിന്നെ 1ാം ചാപ്റ്റർ പിന്നെ 8ാം ചാപ്റ്റർ അങ്ങനെ പഠിക്കാതെ 1, 2, 3 ഓർഡർ തന്നെ പഠിക്കുക. ഓക്കെ, എന്തിന്? ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആ സബ്ജക്ട് തന്നെ ഒരു കോൺസെപ്റ്റ് എഴുതിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനിടയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് എളുപ്പമുള്ളതായിരിക്കും അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി കടുപ്പുള്ളതായിരിക്കും. മൂന്നാമത്തെ കുറച്ചും കൂടി കടുപ്പം. അങ്ങനെ ഏറ്റവും അവസാന
ക്വസ്റ്റ്യൻ ആയിരിക്കും ഏറ്റവും ടഫായിട്ട് നമുക്ക് അതിൽ പഠിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ പോയിട്ട് ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ പോയി ചെയ്യരുത്. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് താഴെ പോകും. സോ ആദ്യം ഫസ്റ്റ് ലെവൽ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യുക, പിന്നെ രണ്ടാമത്തെ ചെയ്യുക. കാരണം അത് ഓട്ടോമാറ്റിക്കലി ശരിയായി തന്നെ വരും. കാരണം ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യുന്ന സ്കില്ല് ഈ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കിയവരുടെ മനസ്സിലും ഉണ്ടാകും. സോ അങ്ങനെ തന്നെ പരിശീലിക്കാൻ ശ്രദ്ധിക്കുക. ആര് ഇത് ടഫ് സബ്ജക്റ്റായി തോന്നുന്നവര്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ട്രിക്ക് നിങ്ങളുടെ രണ്ടാമത്തെ പ്രോബ്ലം ആയിട്ടുള്ള നിങ്ങൾ ആ സബ്ജക്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന പ്രോബ്ലത്തിന് വരെ പരിഹാരമായിട്ട് മാറും. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടാത്തതിന് കാരണം ചിലപ്പോൾ ഈ ഉത്തരം ഒന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ സോ ഇങ്ങനെ ഓർഡറിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ആ സബ്ജക്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒരു ടീച്ചറെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ ടീച്ചറിന്റെ പ്രശ്നങ്ങളോ ആരുടെയും എന്തും ആകാം. പക്ഷേ ആ ടീച്ചറിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ആ ടീച്ചറിന്റെ സബ്ജക്ട് ഇഷ്ടപ്പെടാതിരുന്നാൽ ഭാവിയിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം. സോ ആ ടീച്ചറോട് കൂടുതൽ കമ്പനി ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ആ ടീച്ചറിന്റെ ഉള്ളറിയാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണോ അവർ പെരുമാറുന്നതൊക്കെ ശ്രദ്ധിക്കുക. സോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടീച്ചർ ഇഷ്ടപ്പെടും. സോ ആ പ്രോബ്ലം അവിടെ പരിഹരിക്കപ്പെടും. പിന്നീട് ഒരു പ്രോബ്ലം ആണ് ഈ സബ്ജക്ട് ഒരുപാട് വൈഡ് ആയിട്ടുള്ള സിലബസ് ആണ്, കുറേ ബുക്കുകൾ ഉണ്ട്. എന്നതിന് പരിഹാരം നിങ്ങൾ എത്ര ഗൈഡുകൾ റെഫറൻസ് ചെയ്യേണ്ടത്? ഒരു വിഷയം പഠിക്കാൻ തന്നെ 3-4 ബുക്ക് പുറത്തുനിന്ന് വേറെ ഓതേഴ്സ് എഴുതിയ ബുക്കുകളൊക്കെ മേടിച്ചങ്ങ് കൂട്ടി വെക്കുക. അത് ഒഴിവാക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് തന്നെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക ടൈം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ സിലബസ് അച്ചടിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബുക്ക് എന്ന് തന്നെ പറയാം. ഏറ്റവും നല്ല ബുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ. പുറമേയുള്ള ബുക്കുകൾ ഒരെണ്ണം മേടിക്കാം സഹായത്തിന്. പക്ഷെ ഒരുപാട് ബുക്കുകൾ ഒരുമിച്ച് തന്നാൽ അത് നിങ്ങൾക്ക് അതിൽ കോൺഫിഡൻസ് കുറയ്ക്കാനും അതുവഴി ഇൻട്രസ്റ്റ് കുറയാനും കോൺസെൻട്രേഷൻ കുറയാനും കാരണമാകും. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരുപാട് പഠിക്കാനുണ്ടെങ്കിലോ അതിനെ ചെറിയ ടോപ്പിക്സ് ആക്കി മാറ്റിയിട്ട് ഒരു ടാർഗറ്റ് വെച്ച് ഇത്ര സമയം കൊണ്ട് ആ ടോപ്പിക് തീർക്കണം. അങ്ങനെ ചെറിയ ഒരു ഗെയിം കളിക്കുന്ന പോലെ അത് പഠിച്ച് തീർക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റ് വരും. സോ അവിടെയും നിങ്ങളുടെ കോൺഫിഡൻസ് ഉയരും, ഇൻട്രസ്റ്റ് ഉയരും, കോൺസെൻട്രേഷൻ ഉയരും. ഇനി മറ്റുള്ളവർ ഈ സബ്ജക്ട് വളരെ ടഫാണ്, നിനക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് മൂലം നിങ്ങൾക്ക് കുറഞ്ഞ കോൺഫിഡൻസ് ആണെങ്കിലോ അതിന് പരിഹാരം എന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനത്തതിനൊന്നും ചെവി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം എല്ലാവർക്കും ഒരു സബ്ജക്ട് ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം കൂടുതൽ ആൾക്കാരും അത് ടഫാണ് മോനെ എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് നിനക്കും അതുപോലെ ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നീ മര്യാദയ്ക്ക് പഠിക്കുകയാണെങ്കിൽ നിന്റെ ഇത്രയും കാലത്തെ ബേസിക്സ് കറക്റ്റ് ആണെങ്കിൽ നിനക്ക് ആ സബ്ജക്ട് എളുപ്പമായി മാറും. സോ അത്തരം കാര്യങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് എന്താ പറയുക വിഭജിച്ച് നൽകി കറക്റ്റായിട്ട് ടാർഗറ്റ്സ് വെച്ച് അതിനൊരു സെൽഫ് റിവാർഡൊക്കെ പ്രഖ്യാപിച്ച് ആ ഇതിലൊക്കെ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു അല്ലേ? കോൺഫിഡൻസ് കുറയാനുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടു. സോ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. കോൺഫിഡൻസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സബ്ജക്റ്റിലുള്ള ഇൻട്രസ്റ്റ് കൂടും. ഇൻട്രസ്റ്റ് കൂടിയാലോ നിങ്ങൾക്ക് ആ സബ്ജക്ട് പഠിക്കുമ്പോഴുള്ള കോൺസെൻട്രേഷൻ ലെവല് കൂടും എന്നുള്ളതാണ്. സോ കോൺസെൻട്രേഷൻ കുറയാൻ ഈ ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പല കാര്യങ്ങളും കോൺസെൻട്രേഷൻ കൂട്ടാൻ ഒരുപാട് ടിപ്സ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഇതെല്ലാം കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ടിപ്സ് കിട്ടും. അപ്പൊ ഈ വീഡിയോ ഡിസ്കസ് ചെയ്തത് ഇൻട്രസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ കോൺസെൻട്രേഷൻ കുറയുന്നതിന്റെ കാരണങ്ങളാണ്. ഓക്കെ, അപ്പൊ ഈ പരിഹാരത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുമെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും എന്താണെങ്കിലും അത് കമന്റ് ആയിരിക്കും. എല്ലാ കമന്റും ഞാൻ വായിക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷൻസ് അതുപോലെ മോട്ടിവേഷൻ സ്റ്റഡി ടിപ്സ് തുടങ്ങിയ എല്ലാതരം വീഡിയോസുമായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എപ്പോഴും ചാടി വരും. നിങ്ങൾ ഏട്ടനായിട്ട് തന്നെ കൂടെയുണ്ട്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.